പാട്ട് പാടും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം നേരത്തെ പോയ സ്റ്റേജ് പ്രോഗ്രാമിന് പാട്ട് പാടിയിരുന്നു എന്ന് പറഞ്ഞു. ഐ നോ യു ആർ ഗുഡ് സിംഗർ ആസ് വെൽ അല്ലേ? ഞാൻ പാട്ട് ഒരു വർഷം തികച്ച് പഠിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇങ്ങനെ പാടും എന്നാണ്, പക്ഷെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ സ്വരങ്ങൾ പാടുക അതൊന്നും എനിക്കറിയില്ല, ജസ്റ്റ് പാടും. ഓക്കെ, അപ്പോൾ ഒരു 4 വരി. മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളിരാട തരാ, മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളിരാട തരാ, നറുപൂവിതളിൽ മധുരം പകരാ, ഒരു പൂങ്കാറ്റ മെല്ലിത്താരാട്ട എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ. ഉഗ്രം പാട്ടുകാരിയാണല്ലോ. കൃഷ്ണയുടെ ഇനിയും വരാൻ പോകുന്ന മൂവീസിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷീ ടാക്സി എന്ന് പറഞ്ഞിട്ട്. ഷീ ടാക്സിയിൽ പോയിട്ടുണ്ടോ? ഷീ ടാക്സിയിൽ ഞാൻ പോയിട്ടില്ല, കാരണം ഞാൻ തന്നെ ഒരു ഡ്രൈവറാണല്ലോ. ഞാൻ പോവാൻ അങ്ങനെ ഷീ ടാക്സിയിൽ കയറാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഷീ ടാക്സിയിലാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ശ്രദ്ധ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സജി സുരേന്ദ്രനാണ് എൻ്റെ ഡയറക്ടർ. കാവ്യ മാധവൻ ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ വീണ്ടും നമുക്ക് സിനിമയിലേക്ക് വരികയാണ്. എനിക്ക് തോന്നുന്നു കാവ്യയുടെ ആണെങ്കിലും ഇതിൽ ചെയ്യുന്ന ഓരോ ആർട്ടിസ്റ്റുകളുടെയും ഒരു കരിയറിൽ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു വ്യത്യസ്തതയുള്ള കുറച്ച് ഒരു സിനിമയും കഥാപാത്രങ്ങളും ആയിരിക്കും ഇത്. എന്നെ തന്നെയല്ല, കാവ്യ അതിൻ്റെ അകത്ത് ടാക്സി ഡ്രൈവറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാവ്യയിൽ നിന്നൊന്നും ചിലപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. എൻ്റെ ക്യാരക്ടറിൻ്റെ ആണെങ്കിലും ഗെറ്റപ്പ് ചേഞ്ച് ഉണ്ട്, ബോയ്ക്കെട്ടൊക്കെ അടിച്ച് ആർക്കും മനസ്സിലായിട്ടില്ല ഞാനാണ് ഇപ്പോഴും അത് ചെയ്യുന്നത് എന്നുള്ളൊരു കണ്ണടയൊക്കെ വെച്ച്. ഞങ്ങൾ ശരിക്കും ഒരു റിസർച്ച് നടത്തുന്ന ഒരു സ്റ്റുഡൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു യാത്രയും കാവ്യയുടെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം അവിടെ നിന്ന് ഉണ്ടാവുന്ന കുറച്ച് രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമയുടെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. പിന്നെ റിലീസ് ആവാനുള്ള പടം ആസിഫ് അലിയുടെ ഡ്രൈവർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ആ പടം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പം അത് ഡ്രൈവിംഗ് ഒരു ബന്ധമുള്ള അല്ലല്ല, അതില് ഒരു വനിതാ പോലീസ് സ്റ്റേഷന്റെ കഥയാണ്. വനിതാ പോലീസ് സ്റ്റേഷനിൽ ഈ പോലീസുകാരൻ, ഒരാൾ മാത്രം ഒരു പോലീസുകാരൻ വന്നിട്ട് പിന്നെ അവിടെ നടക്കുന്ന കുറെ കാര്യങ്ങളും ഒക്കെയാണ്. ഡ്രൈവിംഗ് ആയിട്ട് ബന്ധമൊന്നുമില്ല. അതെ 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 അതെ. അപ്പൊ അതാണ് ഇനി റിലീസ് ആവുന്നത്. See, you've been very lucky. ഇപ്പൊ ഇത്രയും വർഷത്തിന് വന്നിട്ട് you've been able to act with സീനിയർ ആർട്ടിസ്റ്റ് മുതൽ ഈവൻ ന്യൂ ഏജ് ആക്ടേഴ്സ്, ഇപ്പോൾ ഫഹദ് അല്ലെങ്കിൽ അസഫ് അലി അല്ലെ, സ്റ്റാർട്ടിങ് ഫ്രം മമ്മൂട്ടി, മോഹൻലാൽ ടു ഒരുപാട് ആക്ടേഴ്സ്. ആ ഒരു എക്സ്പീരിയൻസ് ആൻഡ് ടു സ്റ്റാൻഡ് ആൻഡ് ഒബ്സർവ്, ആ ഒരു ഒബ്സർവേഷണൽ സ്കില്ലും കിട്ടുമല്ലോ നമുക്ക്, അത് നിന്ന് ഓരോരുത്തർ പഠിക്കുക എന്നുള്ളത് അല്ലേ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കോ ആക്ടറായിട്ട് വരാൻ ഇഷ്ടപ്പെടുന്നതായിട്ടൊരു ആക്ടർ ആരാണ്? എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളതും ഫഹദായിട്ട് തന്നെയാണ്. നത്തോലിയിൽ ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ പ്രണയത്തിൽ. നത്തോലിയിൽ ശരിക്കും ഞാൻ ഫഹദിനോടൊരു ചെറിയൊരു സോഫ്റ്റ് കോർണറൊക്കെ ഉള്ള ഒരു ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ ഇന്ത്യൻ പ്രണയത വന്നപ്പോൾ നേരെ തിരിഞ്ഞിട്ട് ഫഹദിൻ്റെ ചേച്ചിയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. എനിക്ക് നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഫഹദിൻ്റെ ഒപ്പം അഭിനയിക്കുമ്പോൾ. കാരണം ഫഹദാണെങ്കിലും അഭിനയിക്കുകയാണെന്ന് തോന്നില്ല, ഇങ്ങനെ നിന്ന് നേരെ നിന്ന് അഭിനയിക്കുകയാണെങ്കിലും നമുക്കൊട്ടും അഭിനയിക്കുന്നതായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ടെൻഷനില്ല, നല്ല ഒരു ഡയലോഗ് പ്രസൻറ്റേഷൻ ആയിട്ടാണെങ്കിലും പിന്നെ എന്തോ ഒരു കോമ്പിനേഷൻ സീൻ വരുമ്പോൾ എന്തോ ഒരു കെമിസ്ട്രി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആസിഫും വേറെ ആരായിട്ട് അഭിനയിക്കുമ്പോൾ കംഫർട്ടബിൾ അല്ലാന്നല്ല കേട്ടോ പറയുന്നത്. ഞാൻ കൂടുതൽ അഭിനയിച്ചിട്ടുള്ള ഫഹദ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ആസിഫായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ആസിഫ് ഇങ്ങനെ ഒരു പ്രാവശ്യം എടുത്ത് പറഞ്ഞു, താനിങ്ങനെ നല്ല ആർട്ടിസ്റ്റാണ്, ഇനിയും പടങ്ങൾ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആസിഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചെയ്യാതിരിക്കുന്നതോ ഒന്നുമല്ല, നമ്മളെ വിളിക്കാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നല്ല ഒരു കമ്പനി ആയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആസിഫ് വളരെ കമ്പനി ആയിട്ട് നമ്മുടെ അടുത്ത് പല കാര്യങ്ങളും പറയാറുണ്ട്. കൃഷ്ണയ്ക്ക് ഒരു നല്ല പൊളിറ്റീഷ്യൻ ആവാൻ പറ്റും എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞു കാണും. അതെന്താ അറിയോ, എല്ലാവരും ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ പൊതുവേ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഇപ്പോൾ ആർട്ടിസ്റ്റ് തന്നെ വേണമെന്നില്ല, പൊതുവെ പെൺകുട്ടികളാണെങ്കിലും പല കാര്യങ്ങളും തുറന്ന് പറയാൻ മടിയുള്ളവരായിരിക്കും.
എന്താണെന്ന് വെച്ചാൽ അയ്യോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും നോക്കിയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നാലും അയ്യോ എന്നാൽ വേണ്ട അവരെന്ത് വിചാരിക്കും അങ്ങനെയുള്ളവരായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ലൈസൻസ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ പറയേണ്ട കാര്യം എന്താണെന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധം ഉണ്ടാവും കേട്ടോ. ഇഷ്ടമാണ് പൊളിറ്റിക്സ് എന്നല്ല, ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള കുറെ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, അത് പറയാൻ ഇഷ്ടമാണ്. അല്ലാണ്ട് ഇന്ന പാർട്ടിയിൽ നിന്നിട്ട് ഇന്ന പാർട്ടിയെ വിജയിപ്പിക്കുക അങ്ങനെ ആ പൊളിറ്റിക്സ് അല്ല എനിക്ക്. കൃഷ്ണ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ ദ ഷോ. എന്നെ ഒരുപാട് ചിരിപ്പിച്ചു. കൃഷ്ണ ഒരു ഓൾറൗണ്ടർ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. താങ്ക് യു സോ മച്ച്. ഐ ഹോപ്പ് ടു ഇന്റർവ്യൂ അഗൈൻ. ഇനിയും സിനിമകളൊക്കെ റിലീസായി വലിയ സ്റ്റാർ ആകുമ്പോൾ വീണ്ടും സ്റ്റാർ ചാനലിൽ വരണം. ഓക്കെ, സോ അതുവരെയ്ക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു എന്നെ ഈ ഷോയിൽ ഇൻവൈറ്റ് ചെയ്തതിൽ. താങ്ക് യു സോ മച്ച്.